السلام عليكم ورحمة الله وبركاته. الحمد لله الذي كفى والصلاة والسلام على نبي المصطفى وعلى آله وأهل صدقه والوفاء ما بعد. أعوذ بالله من الشيطان بسم الله الرحمن الرحيم. نصر من الله وفتح قريب. قال النبي صلى الله عليه وسلم إذا دنا رحبت به وإذا حدث أقبلت وإذا درس أوسعت له. صدق رسول الله صلى الله عليه وسلم. പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ ഈ ഇൽമിൽ ഒത്തുകൂടിയത് കബൂൽ ചെയ്യുമാറാവട്ടെ. വിശുദ്ധമാക്കപ്പെട്ട സഫർ മാസത്തിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പുണ്യ റബീഇൻ്റെ വസന്തം, അവിടുത്തെ പരിമളം പാലിൽ അടിച്ചു വീശുവാൻ സമയമായിട്ടുണ്ട്. അല്ലാഹു തആല ആ വിശുദ്ധമാക്കപ്പെട്ട മാസത്തെ വേണ്ടതുപോലെ വരവേൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ നമ്മൾ മഹലത്തിൽ മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ, മർഹമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആൾക്കാർ അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നതുകൊണ്ട് എല്ലാവർക്കും അല്ലാഹു ഖൈറായ ശിഫ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു സദസ്സിൽ, ഒരു മീറ്റിങ്ങിൽ, ഒരു യോഗത്തിലൊക്കെ പാലിക്കേണ്ടതായ ഒരുപാട് മര്യാദകളുണ്ട്. പലപ്പോഴും പല യോഗങ്ങളിലും പങ്കെടുക്കുമ്പോൾ പല ആളുകളിൽ നിന്നും ഇത്തരത്തിലൊരു മര്യാദകൾ കാണുന്നില്ല. മര്യാദ കേടായിക്കൊണ്ടാണ് പലപ്പോഴും കാണാറുള്ളത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ, ഒരു സദസ്സിൽ പാലിക്കേണ്ട മര്യാദകളൊക്കെ നമ്മളെ വേണ്ടതുപോലെ പഠിപ്പിക്കുന്നുണ്ട്. കൃത്യമായിക്കൊണ്ട് അതൊക്കെ പാലിച്ചുകൊണ്ടാവണം ഏത് ഒരു സദസ്സിൽ പങ്കെടുക്കുകയാണെങ്കിലും ഈ മര്യാദ നമ്മൾ പാലിക്കണം. ഒരു മീറ്റിങ്ങിന് പോയാൽ, അല്ലെങ്കിൽ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ടതാവട്ടെ, മദ്രസയുമായി ബന്ധപ്പെട്ടാവട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ടാവട്ടെ, ഏത് പരിപാടികളായാലും അതിലൊക്കെ പങ്കെടുക്കുമ്പോൾ ആ സദസ്സിൽ പാലിക്കേണ്ട, അത് ചെറിയവരാവട്ടെ, വലിയവരാവട്ടെ, മുതിർന്നവരാവട്ടെ, ഉത്തരവാദിത്തപ്പെട്ടവരാവട്ടെ, ബന്ധപ്പെട്ട ഏത് ഒരു വ്യക്തിയാവട്ടെ, അവരൊക്കെ അതെന്താവണം, പാലിക്കുക എന്നുള്ളത് അത് ബാധ്യസ്ഥരാണ്. കാരണം അത് സദസ്സിലെ മര്യാദയാണ്. ഒരു സദസ്സിൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പങ്കെടുത്തുകൊണ്ട് അവിടുന്ന് കഴിച്ചിലാവല്ല. എന്നാൽ കൃത്യമായിക്കൊണ്ട് ഒരു സദസ്സിൽ പങ്കെടുക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുക. ബഹുമാനപ്പെട്ട സഈദ് ബിൻ ആസ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ പറയാണ്, ഇദാ ദന റഹബതു ബിഹി, എൻ്റെ കൂടെ ഇരിക്കുന്നവരോട് എനിക്ക് 3 കടപ്പാടുകളുണ്ട്. ആ 3 കടപ്പാടുകൾ ബഹുമാനപ്പെട്ട വിശദീകരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പല ആൾക്കാരെയും കൂടെ ഇരിക്കുന്നവരാണ്, പല ചർച്ചകളിലും പങ്കെടുക്കുന്നവരാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്, മറ്റുള്ളവരോട് നമുക്ക് 3 കടപ്പാടുകൾ നമ്മളുമായി കൊണ്ട് ബന്ധപ്പെട്ടതാണ്. അത് ഒന്നാമതായിക്കൊണ്ട് ഇദാ ദന റഹബതു ബിഹി, ഒരു യോഗത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സുഹൃത്തിനെ കാണുമ്പോൾ, ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്യുമ്പോൾ ആ വ്യക്തി എന്താവുക, അതിലേക്ക് വേണ്ടതുപോലെ ഹൃദ്യമായിക്കൊണ്ട് സ്വാഗതം ചെയ്യുക, ക്ഷണിക്കുക എന്നുള്ളത് വളരെ ആ ഒരു സദസ്സിൽ പാലിക്കേണ്ട മര്യാദയാണ്. അതുപോലെ തന്നെ അത് കടപ്പാടാണ്. ആ സദസ്സിലേക്ക് വരുന്ന വ്യക്തിയോട് കാണിക്കേണ്ട കടപ്പാടിൽപ്പെട്ട ഒന്നാണെന്ത്, ആ വ്യക്തിയെ വേണ്ടതുപോലെ ഹൃദ്യമായിക്കൊണ്ട് സ്വാഗതം ചെയ്യുക, നല്ലൊരു സ്വീകരണം എന്താവുക വ്യക്തി കൊടുക്കുക എന്നുള്ളത്. മറ്റൊന്ന്, ചർച്ചയിലാവുമ്പോൾ പല ആളുകൾക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. സദസ്സിലാവുമ്പോൾ പല വിഷയങ്ങളും ചർച്ച ചെയ്യാറുണ്ടാവും. എന്നാൽ ഒരാൾ പറയുന്ന വിഷയം മറ്റൊരാൾ കേട്ടിരിക്കുക എന്നുള്ളത് വഇദാ ഹദ്ദസ അഖ്ബൽതു എന്നുള്ളതാണ്. ഒരു വ്യക്തി എന്തെങ്കിലും വിഷയം പറയുമ്പോൾ അത് വളരെ സശ്രദ്ധം വീക്ഷിക്കണം. അപ്പോൾ മൊബൈലിൽ തോണ്ടാനോ, അതല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിക്കാനോ, അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ശ്രദ്ധിച്ചിരിക്കാനോ പാടില്ല. അത് അദബുകേടാണ്. മര്യാദ എന്ന് പറഞ്ഞാൽ ആരെന്ത് സംസാരിക്കുന്നുവോ അതപ്പോൾ ഉടനടി എന്താവുക, കേട്ടിരിക്കൽ വളരെ അത്യാവശ്യമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം, ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുകയാണെങ്കിൽ വേണ്ടപ്പെട്ടവർ കാര്യങ്ങൾ പറയുന്നുണ്ടാവും, മറ്റുള്ളവർ ബാക്കിൽ നിന്നുകൊണ്ട് മൊബൈൽ ഫോണ് കാണലോ അല്ലെങ്കിൽ മറ്റുള്ള ചർച്ചകളുമായി കൊണ്ടാവും സദസ്സ് മുന്നോട്ട് പോവുക. അപ്പോൾ അത് സദസ്സിനോട് കാണിക്കുന്ന അപമര്യാദയാണെന്ന് പ്രത്യേകം എന്താവണം, മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സംസാരം എന്താവണം, കേട്ടിരിക്കൽ അതൊരു മര്യാദയാണ്. അത് അദബിൻ്റെ ഒരു ഭാഗമാണ്. ആ സദസ്സിനോട് പാലിക്കേണ്ട ഒരു ഡിസിപ്ലിങ്ങിൻ്റെ ഭാഗമാണെന്ത്, ആര് സംസാരിക്കുന്നോ സംസാരം നന്നായിട്ട് ലിസൺ ചെയ്യുക, അത് കേൾക്കുക എന്നുള്ളത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്. മറ്റൊന്ന്, കൂടെ ഇരുന്നാൽ വൈദാ ജലസ ഔസഅത്തലോ, കൂടെ ഇരുന്നാൽ സദസ്സ് വിശാരദ ചെയ്യാം. സദസ്സ് വിശാരദ ചെയ്യുക എന്ന് പറയുമ്പോൾ സദസ്സിന് വേണ്ട കാര്യങ്ങളൊക്കെ മറ്റുള്ളവരൊക്കെ വരുമ്പോൾ അവിടെ സൗകര്യം ചെയ്തു കൊടുക്കും. ഓൻ എവിടെയെങ്കിലും ഇരുന്നോട്ടെ, അല്ലെങ്കിൽ ഓൻ അവിടെ പുറത്ത് പോയിരുന്നോട്ടെ, അങ്ങനെയൊന്നും പറയാതെ സദസ്സിൽ എന്താവുക, ഉള്ള സദസ്സിൽ എന്താവുക, സൗകര്യം ചെയ്തു കൊടുക്കൽ അത് ആ സദസ്സിനോട് കാണിക്കേണ്ട മര്യാദയാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുക. അപ്പോൾ ഇത് ഈ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് സദസ്സിലെ മര്യാദയാണ്. അതുപോലെ തന്നെ വിശ്വാസിയുടെ കടപ്പാട്, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുള്ള കടപ്പാടുകളാണ് ഇപ്പോൾ പറയപ്പെട്ടത്. അതുപോലെ തന്നെ മറ്റുള്ളവരെ കേൾക്കുക എന്നുള്ള മനസ്സ് എപ്പോഴും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട
ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കണം. മറ്റുള്ളവരെ കേട്ടിരിക്കാനുള്ള ഒരു അവസ്ഥ, അത് നമ്മുടെ വീട്ടിലായാലും കുടുംബത്തിലായാലും അതല്ലെങ്കിൽ ഭാര്യയുമായിട്ടാണെങ്കിലും ഒരാൾ പറയുമ്പോൾ ആ വ്യക്തിയുടെ സംസാരം കേട്ടിരിക്കുക എന്നുള്ളത് അത് അവരോട് കാണിക്കേണ്ട ഒരു മര്യാദയാണ്, അല്ലെങ്കിൽ ആ സദസ്സിനോട് കാണിക്കേണ്ട ഒരു മര്യാദയാണെന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ ഈ സദസ്സിൽ പാലിക്കേണ്ട മര്യാദകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത്. ആ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ടാവട്ടെ ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഏത് സദസ്സിലും നമ്മൾ പങ്കെടുക്കേണ്ടത്. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.